അഴിമതി കേസിൽ ആരോപണ വിധേയമായ യുണൈറ്റഡ് കമ്പനിയായ AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് വ്യവസായ ബന്ധമെന്ന ആരോപണം. യുണൈറ്റഡ് മാസം തോറും ലാഭവിഹിതമായ 4 ലക്ഷത്തിലേറെ രൂപ രാഹുലിന് നൽകിയിരുന്നതായും ഒരു ഇംഗ്ലീഷ് വാർത്താ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നു. 2G സ്പെക്ട്രം അഴിമതി പുറത്തുവന്ന സമയത്തും വ്യാപാര ബന്ധം തുടർന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ വൻ അഴിമതി ആരോപണമാണ് പുറത്തുവന്നിരിക്കുന്നത്. 2G സ്പെക്ട്രം കേസിൽ പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെട്ട കമ്പനിയാണ് യുണൈറ്റെക്. കമ്പനി ബോർഡംഗവും റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ വമ്പനുമായ സഞ്ജയ് ചൌധരി 2G സ്പെക്ട്രം കേസിൽ ജയിലിലാവുകയും ചെയ്തിരുന്നു. ഇതേ സ്ഥാപനവുമായി 2009 മുതൽ രാഹുൽ ഗാന്ധിക്ക് ബിസിനസ് ബന്ധമെന്ന ആരോപണമാണ് ഇംഗ്ലീഷ് വാർത്താ ചാനൽ പുറത്തുവിട്ടിരിക്കുന്നത്. യുണൈറ്റെക് മാസം തോറും രാഹുൽ ഗാന്ധിക്ക് ലാഭവിഹിതമായി 4.2 ലക്ഷം രൂപ വരെ നൽകിയിരുന്ന രേഖകളും പുറത്തുവന്നു. 2G കേസ് കണ്ടെത്തിയ 2010 2011 ബന്ധം തുടർന്നു. 2004 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആസ്തിയായി രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം നൽകിയിരുന്നത് 55 ലക്ഷം രൂപ. എന്നാൽ 2014 വരുമാനം 9 കോടിയായി ഉയർന്നു. ഇത് കള്ളപ്പണക്കാരുമായുള്ള ബന്ധം മൂലമാണെന്ന് BJP ആരോപിച്ചു. അതേസമയം ആരോപണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. അമേഠിയിലെ പരാജയ ഭീതിയെ തുടർന്ന് വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധി വയനാട്ടിലും പരാജയപ്പെടുമെന്ന് സീതാറാം യെച്ചൂരി. BJP തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉപയോഗിക്കുന്നത് അഴിമതി പണമെന്നും പൊതുമുതൽ കൊള്ളയടിക്കാൻ കോർപ്പറേറ്റുകൾക്ക് അവസരമൊരുക്കുകയാണ് മോദി ചെയ്തതെന്നും യെച്ചൂരി പറഞ്ഞു. വിമാനത്താവള സ്വകാര്യവൽക്കരണം ഇതിന് ഉദാഹരണമാണെന്നും യെച്ചൂരി കൂട്ടിച്ചേർത്തു. ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. So what is the message the Congress wants to give? That their priority is to defeat the LDF and not the BJP. If you want to fight somewhere from the south, go like your grandmother and your mother who fought from Karnataka. Why are you coming to Kerala? What is the message you are giving? If the message you are giving is to defeat the LDF and not the BJP, if you don't want to save the India but to defeat the left, then the people of Kerala will give you a fitting rebuff. The Congress president must understand, will give a fitting rebuff that if you are afraid that in Amethi you may lose your seat and therefore you come to Wayanad, in Wayanad also you are not safe and secure. പടക്കളത്തിൽ നിന്ന് ഓടിയൊളിച്ച രാഹുൽ ഗാന്ധി തോൽക്കുമെന്ന് CPM PB അംഗം S. രാമചന്ദ്രൻ പിള്ള. വയനാട്ടിലും അമേഠിയിലും രാഹുൽ ഗാന്ധി പരാജയപ്പെടും. അമേഠിയിൽ BJPയെ നേരിടാൻ അനുയോജ്യനായ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് CPM ആലോചിക്കുമെന്നും SRP കണ്ണൂരിൽ പറഞ്ഞു. അമേഠിയിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ എങ്ങനെ വരുന്നു എന്ന് ഞങ്ങൾ നോക്കി ആർക്കാണോ BJPയെ തോൽപ്പിക്കാൻ കഴിയുക അവർ വോട്ട് ചെയ്യും. അതാണ് ഞങ്ങളുടെ ഞങ്ങൾ പൊതുവായി എടുത്തിരിക്കുന്നത് BJPയെ തോൽപ്പിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകുന്നതാണ്. പടക്കളത്തിൽ നിന്ന് BJPയെ നേരിടാൻ തയ്യാറാകാതെ ഓടിയൊളിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ്. അവിടുത്തെ സ്ഥാനാർത്ഥികൾ വരട്ടെ, വരുന്നത് നോക്കിയിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. എന്റെ ഈ രാഷ്ട്രീയ സ്ഥിതിഗതികൾ ഉരുത്തിരിഞ്ഞു വരുന്നത് നോക്കിയാൽ ജയിക്കാൻ സാധ്യതയില്ല. രാജ്യത്ത് എവിടെയും കോൺഗ്രസിന് വിജയം ഉറപ്പുള്ള സീറ്റുകളില്ലെന്ന് പിണറായി വിജയൻ. BJPയുമായി കോൺഗ്രസ് വോട്ട് കച്ചവടം നടത്തുന്നുവെന്നും രാഹുൽ വയനാട്ടിൽ മത്സരത്തിനെത്തിയത് രാഷ്ട്രീയ പാപ്പരത്തമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. RSPയോട് സമരസപ്പെടുകയാണ് കോൺഗ്രസ് എന്നും പാർലമെന്റിൽ ഇടതുപക്ഷ ജനാധിപത്യം അനിവാര്യമാണെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. ഇപ്പൊ രാജ്യത്ത് പരതിയാൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഉറപ്പായി ജയിക്കും എന്ന് കാണുന്ന ഒരു മണ്ഡലമില്ല എന്നാണ് അവസ്ഥ. അത്ര പരിതാപകരമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. കോൺഗ്രസിന്റെ പഴയ നേതൃനിര കോൺഗ്രസിനോടൊപ്പം തന്നെയുണ്ടോ? അവരിൽ നല്ലൊരു ഭാഗം BJPയുടെ കൂടെയാണ്. BJPയുടെ വിവിധ മന്ത്രിസഭകളിൽ, BJPയുടെ പാർലമെന്റ് അംഗങ്ങളിൽ, BJP നേതാക്കളിൽ നേരത്തെ കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നവരാണ് കാണാൻ നമുക്ക് കഴിയുന്നത്. RSSന്റെ താല്പര്യത്തിനനുസരിച്ചുള്ള ഭരണമാണ് സംസ്ഥാനത്തായാലും കേന്ദ്രത്തിലായാലും BJP കാഴ്ചവെച്ചിട്ടുള്ളത്. രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയത് രാഷ്ട്രീയ അഭ്യർത്ഥിയായിട്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള. മുസ്ലിം ലീഗിന്റെ വോട്ട് ലക്ഷ്യമിട്ടാണ് രാഹുലിന്റെ വരവെന്നും ശ്രീധരൻപിള്ള ആരോപിച്ചു.
ഒരു അഭയാർത്ഥിയെ പോലെ എത്തുമ്പം ഞങ്ങളുടെ വാക്കതാണ്, അഭയാർത്ഥികളെ നമ്മൾ ഒരിക്കലും മോശക്കാരാക്കാറില്ല. ഒരു അഭയാർത്ഥിയെ പോലെ ഇവിടെ എത്തിയിരിക്കുന്നു. അത് മുസ്ലിം ലീഗിന്റെ വോട്ടിനെ കണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് ആ മുസ്ലിം ലീഗിന്റെ ആശ്രയിക്കേണ്ട ഗതികേടിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ നിന്ന് രാഹുൽ ഗാന്ധി ഒളിച്ചോടിയെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇത് വർഗീയ പരാമർശമാണ്. പ്രധാനമന്ത്രി കേരളത്തെയും വയനാടിനെയും അപമാനിച്ചെന്നും ചെന്നിത്തല പറഞ്ഞു. മോദിയുടെ പ്രസ്താവന മനോനില തെറ്റിയിട്ടുള്ളതാണെന്നും ഉമ്മൻചാണ്ടിയും പ്രതികരിച്ചു. പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പ്രസ്താവനയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. ഇത് പച്ചയ്ക്കുള്ള വർഗീയതയാണ് നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായത്. പ്രധാനമന്ത്രി ജനങ്ങളെ ജാതിയുടെ പേരിൽ തരംതിരിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അദ്ദേഹം എല്ലാവരെയും ഒരുപോലെ കാണേണ്ടതാണ്. രാഹുൽ ഗാന്ധിയുടെ ആ ഒരു ഉയർച്ചയിൽ, ജനകീയ അംഗീകാരത്തിൽ അദ്ദേഹവും സമനില തെറ്റിയാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കണക്കൊക്കെ തെറ്റാ. എന്നിട്ടാണ് പ്രധാനമന്ത്രി തെറ്റായ കണക്കുകൾ പറഞ്ഞുകൊണ്ട് ഒരു പ്രധാനമന്ത്രി ഒരിക്കലും പറയാൻ പാടില്ലാത്ത വിധത്തിലുള്ള പ്രതികരണം നടത്തിയത്. പൊന്നാനിയിൽ പ്രസംഗത്തിനിടെ നടത്തിയ പരാമർശങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ചിലർ വളച്ചൊടിച്ചെന്ന് എ വിജയരാഘവൻ. ആരെയും അധിക്ഷേപിച്ചിട്ടില്ലെന്നും വിജയിക്കാനായി മുസ്ലിം ലീഗിന്റെ പിന്തുണ തേടി നടക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വിമർശിക്കുക മാത്രമാണ് ചെയ്തതെന്നും എ വിജയരാഘവൻ വ്യക്തമാക്കി. അത് ഉദ്ദേശിച്ചിട്ടില്ല. അത് ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വേദന ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ഉദ്ദേശമില്ല. നമ്മളൊക്കെ സാധാരണയായിട്ട് പിന്നെ നല്ല നിലയിൽ കാര്യങ്ങൾ സംസാരിച്ചു പോകുന്ന ആൾക്കാരാണ്. നമ്മുടെ പ്രസംഗങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് എഴുത്തിലോ മറ്റെന്തെങ്കിലും കാര്യത്തിലോ ഒരിക്കലും നമ്മൾ ആരെയും വേദനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേദന ഉണ്ടാവാൻ എന്തെങ്കിലും സാധ്യതയുള്ളതായ പരാമർശങ്ങൾ സാധാരണയായിട്ടാണ് തരരുത്. നമുക്ക് ഇതിന്റെ മുമ്പ് അങ്ങനെ അനുഭവം ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഏതെങ്കിലും സ്ഥാനാർത്ഥികൾക്ക് മനോവിഷമമുണ്ടാവേണ്ട ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. മാധ്യമങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യം പ്രസംഗത്തിനില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക വനിതയെ ഉദ്ദേശിച്ച് നമ്മളൊരു പരാമർശം നടത്തില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും ഒരു പൊതുപ്രവർത്തകയാണ്. അപ്പോൾ പൊതുപ്രവർത്തകർക്ക്, വനിതകളായ പൊതുപ്രവർത്തകരോട് ഏറ്റവും നല്ല മാന്യത പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും അത്തരം ഒരു ഉദ്ദേശം നമ്മുടെ പ്രസംഗത്തിലില്ല. UDFന്റെ സ്ഥാനാർത്ഥികളെല്ലാം തോൽക്കാൻ പോവുകയാണ് എന്ന് സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രസംഗത്തിലുണ്ട്. കൂടുതൽ സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇടതുപക്ഷം. വ്യക്തിപരമായും ഇതേ കാഴ്ചപ്പാടാണ്. പിന്നെ സ്ത്രീകൾ പൊതുരംഗത്ത് വരണം എന്നുള്ള അഭിപ്രായമുള്ള ആളുകൾ. കാരണം കൂടുതലായിട്ട് സ്ത്രീകൾ പൊതുരംഗത്ത് വരിക, അവർക്ക് രാഷ്ട്രീയ പാർട്ടികൾ കൂടുതലായിട്ട് അംഗീകാരം നൽകുക. ഞങ്ങളുടെ ഒരു കുറവായിട്ട് ഒരു മാധ്യമം ഇത്തവണ ചോദിച്ചപ്പോൾ ഞാനത് അംഗീകരിക്കണ്ടേ. ഞങ്ങളുടെ ഒരു കുറവാണ്, ഇത് പോരാ, ഇതിനേക്കാൾ കൂടുതലായിട്ട് സ്ത്രീകൾക്ക് നമ്മുടെ പൊതുജീവിതത്തിൽ അംഗീകാരം നൽകണം എന്നുള്ളത് നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ്. മഞ്ചേരിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു എ വിജയരാഘവൻ. KT സ്വാലിഹ്, മലപ്പുറം. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായി പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ രഹസ്യ കൂടിക്കാഴ്ച. മല്ലപ്പള്ളിയിൽ BJP പ്രവർത്തകർ നൽകിയ സ്വീകരണത്തിന് ശേഷമാണ് സുരേന്ദ്രൻ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് TP ഗിരീഷിന്റെ വീട്ടിലെത്തിയത്. പ്രവർത്തകരെ ഒഴിവാക്കിയാണ് സുരേന്ദ്രൻ ഗിരീഷിന്റെ വീട്ടിൽ എത്തിയത്. തെരഞ്ഞെടുപ്പിൽ കോലീബി സഖ്യമുണ്ടെന്ന ഇടതുമുന്നണിയുടെ വാദത്തെ പൂർണ്ണമായും ശരിവയ്ക്കുന്ന സംഭവം കൂടിയാണ് ഇപ്പോൾ മറനീക്കി പുറത്തുവന്നിരിക്കുന്നത്. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥിയായ കെ സുരേന്ദ്രന് BJP പ്രവർത്തകർ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മല്ലപ്പള്ളിയിലായിരുന്നു സ്വീകരണം നൽകിയത്. പ്രവർത്തകർ നൽകിയ സ്വീകരണത്തിന് ശേഷം ഉച്ചയ്ക്ക് 2 മണിയോടെ പ്രവർത്തകരെയെല്ലാം ഒഴിവാക്കി കെ സുരേന്ദ്രൻ മല്ലപ്പള്ളിയിലെ BJP നേതാവായ അനിൽകുമാർ അടക്കമുള്ള RSS BJP പ്രാദേശിക നേതാക്കളെ മാത്രം ഒപ്പം കൂട്ടി മല്ലപ്പള്ളിയിലെ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റായ TP ഗിരീഷിന്റെ വീട്ടിലെത്തി. തുടർന്നുള്ള സൽക്കാരത്തിന് ശേഷം 20 മിനിറ്റോളം ഇരുവരും തമ്മിൽ രഹസ്യ ചർച്ചയും നടത്തി. 3 മണിയോടെയാണ് കെ സുരേന്ദ്രനും മറ്റ് നേതാക്കളും ചർച്ചയ്ക്ക് ശേഷം പിരിഞ്ഞത്. ഈ വാർത്ത പുറത്തുവന്നതോടെ ഈ രഹസ്യ ചർച്ച അംഗീകരിക്കാനാകില്ലെന്ന് ഇരു പാർട്ടികളിലെയും പ്രവർത്തകരും അഭിപ്രായപ്പെട്ടു. ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായത്. മൂന്നാമതും ആന്റോ ആന്റണിക്ക് സീറ്റ് നൽകിയത് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഇതുവരെയും അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന കാര്യം ഇതോടുകൂടി കൂടുതൽ വ്യക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. രാജസ്ഥാൻ ഗവർണർ കല്യാൺ സിംഗ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തി. കല്യാൺ സിംഗിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രപതിക്ക് കത്ത് നൽകും. ഞങ്ങൾ എല്ലാവരും BJP പ്രവർത്തകരാണെന്നും മോദി വീണ്ടും പ്രധാനമന്ത്രിയാകണമെന്നുമുള്ള കല്യാൺ സിംഗിന്റെ പരാമർശമാണ് വിവാദമായത്.
മാർച്ച് 23-ന് അലിഗഡിൽ വെച്ച് രാജസ്ഥാൻ ഗവർണർ കല്യാൺ സിംഗ് നടത്തിയ പ്രതികരണമാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമായി കമ്മീഷൻ കണ്ടെത്തിയത്. ഞങ്ങളെല്ലാവരും BJP-ക്കാരാണ്. പാർട്ടി വിജയിക്കണമെന്നും മോദി വീണ്ടും പ്രധാനമന്ത്രിയാകണമെന്നും കല്യാൺ സിംഗ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിക്കേണ്ട ഗവർണർ ഒരു പാർട്ടിക്കായി വോട്ട് ചോദിച്ചത് പരിശോധിച്ച കമ്മീഷൻ കല്യാൺ സിംഗ് പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയതായി കണ്ടെത്തി. 1993-ന് ശേഷം രാജ്യത്ത് ആദ്യമായാണ് ഒരു ഗവർണർ പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തുന്നത്. 93-ൽ ഹിമാചൽ പ്രദേശ് ഗവർണറായിരുന്ന ഗുൽഷേൻ അഹമ്മദാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം ഇതിനു മുമ്പ് നടത്തിയത്. മധ്യപ്രദേശിൽ മത്സരിച്ച മകന് വേണ്ടി ഗുൽഷേൻ അഹമ്മദ് പ്രചാരണത്തിനിറങ്ങി. ഇത് ചട്ടലംഘനമാണെന്ന് കമ്മീഷൻ കണ്ടെത്തിയതോടെ അദ്ദേഹം ഗവർണർ സ്ഥാനം രാജിവെച്ചു. കല്യാൺ സിംഗിന്റെ പ്രസ്താവനയ്ക്കെതിരെ രാഷ്ട്രപതിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്തയക്കും. ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി കൂടിയാണ് കല്യാൺ സിംഗ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പട്ടേൽ പ്രക്ഷോഭ കേസിലെ ശിക്ഷ സ്റ്റേ ചെയ്യണമെന്ന ഹാർദിക് പട്ടേലിന്റെ ആവശ്യം അടിയന്തരമായി പരിഗണിക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി. ഇതോടെ ഹാർദിക് പട്ടേൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യത മങ്ങി. വ്യാഴാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. 2015-ൽ ശിക്ഷ പ്രഖ്യാപിച്ച കേസിൽ ഇപ്പോൾ അടിയന്തര സ്വഭാവം എന്തെന്നും ഉടൻ പരിഗണിക്കേണ്ട സാഹചര്യമില്ലെന്നും ജസ്റ്റിസ് അരുൺ മിശ്ര നിരീക്ഷിച്ചു. ഗുജറാത്തിലെ ജാംനഗറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് ഹാർദിക് പട്ടേൽ ഒരുങ്ങുന്നത്. ഗുജറാത്തിലെ വിചാരണ കോടതി 2 വർഷം തടവാണ് പട്ടേൽ സമുദായ നേതാവിന് വിധിച്ചിരുന്നത്. മന്ത്രി KT ജലീലിനെതിരായ ബന്ധു നിയമന ആരോപണത്തിൽ കഴമ്പില്ലെന്ന് ഹൈക്കോടതി. നിലവിൽ ഇതുവരെ അഴിമതിയൊന്നും കാണുന്നില്ലെന്നും കോടതിയുടെ പരാമർശം. ബന്ധു നിയമന പരാതിയിൽ KT ജലീലിനെതിരെ വിജിലൻസ് കേസെടുത്ത് അന്വേഷണം നടത്താൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ് സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ പരാമർശം. പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്ന അഴിമതിയൊന്നും ഇതുവരെ കാണുന്നില്ലല്ലോ എന്ന് ഹൈക്കോടതി പരാമർശിച്ചു. മന്ത്രി എന്തെങ്കിലും അനധികൃതമായി സമ്പാദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച കോടതി അനുവദനീയമല്ലാത്ത ആനുകൂല്യങ്ങൾ എന്തെങ്കിലും മന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നും ആരാഞ്ഞു. പരാതിയിൽ കഴമ്പില്ലെന്നും കോടതി വാക്കാൽ പരാമർശിച്ചു. അതിനാൽ ഹർജിക്കാരൻ ചില കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. സത്യവാങ്മൂലത്തിൽ വിശദീകരിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ്: പരാതി അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ? മന്ത്രി അവിഹിത നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഭരണഘടനാ ലംഘനം നടത്തിയിട്ടുണ്ടോ? അവിഹിതമായ നേട്ടം ആരോപണ വിധേയനായ അനീബിന് ലഭിച്ചിട്ടുണ്ടോ? മന്ത്രിക്കെതിരെ പ്രോസിക്യൂഷന്റെ അനുമതി തേടിയിട്ടുണ്ടോ? ഇക്കാര്യങ്ങൾ ഹർജിക്കാരൻ വിശദീകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. അതേസമയം സർക്കാർ സർവീസിലുള്ള ഡെപ്യൂട്ടേഷൻ വഴി നിയമനം ലഭിക്കേണ്ടവർ ആരെങ്കിലും ഈ നിയമനത്തെ ചോദ്യം ചെയ്തിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കാൻ സർക്കാരിനും കോടതി നിർദ്ദേശം നൽകി. ഹർജിക്കാരന്റെ പരാതിയിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നറിയിക്കാൻ വിജിലൻസ് ഡയറക്ടറോടും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹർജി വേനൽക്കാല അവധിക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കിട്ടാക്കടം തിരിച്ചുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട റിസർവ് ബാങ്ക് സർക്കുലർ സുപ്രീം കോടതി റദ്ദാക്കി. വായ്പാ കുടിശ്ശിക അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുന്നവരുടെ നിഷ്ക്രിയ ആസ്തികൾ പിടിച്ചെടുക്കുന്നത് സംബന്ധിച്ച സർക്കുലർ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ജസ്റ്റിസ് RF നരിമാൻ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. വായ്പയെടുത്തവരുടെ 2000 കോടി രൂപയ്ക്ക് മുകളിലുള്ള നിഷ്ക്രിയ ബാങ്ക് അക്കൌണ്ടുകൾ 180 ദിവസത്തിനകം ബാങ്കുകൾ കണ്ടെത്തി നടപടി തുടങ്ങണം. വായ്പാ തിരിച്ചടവ് സാധ്യമായില്ലെങ്കിൽ പാപ്പർ നിയമപ്രകാരം നടപടിയെടുക്കണമെന്നും ഫെബ്രുവരിയിൽ പുറത്തിറക്കിയ റിസർവ് ബാങ്ക് സർക്കുലറിൽ നിർദ്ദേശിച്ചിരുന്നു. ഇതിനെതിരെ ഒട്ടേറെ വ്യാപാര കമ്പനികൾ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. നവകേരള നിർമ്മാണത്തിന് പുതിയ കൺസൾട്ടന്റുമാരെ തേടി സംസ്ഥാന സർക്കാർ ടെൻഡർ ക്ഷണിച്ചു. വൻ ദുരന്തങ്ങളുണ്ടായ മേഖലകളിൽ പുനർനിർമ്മാണം നടത്തി പരിചയമുള്ള കമ്പനികൾക്കാണ് മുൻഗണന നൽകുക. ആദ്യഘട്ടത്തിൽ സാങ്കേതിക സഹായം നൽകിയ KPMGയെ സർക്കാർ നേരത്തെ ഒഴിവാക്കിയിരുന്നു. പ്രളയത്തിൽ തകർന്ന പ്രദേശങ്ങളുടെ ഭൌമഘടന പരിഗണിച്ച് 11 മേഖലകൾക്ക് മുൻഗണന നൽകിയാണ് നവകേരള നിർമ്മാണം. ഇനിയൊരു മഹാപ്രളയം ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളും തകർന്ന മേഖലകളുടെ പുനർനിർമ്മാണവുമാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഓരോ പ്രദേശത്തിന്റെയും പ്രത്യേകതകൾക്കനുസരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പരിഗണനയിൽ. ഭൂവിനിയോഗത്തിന്റെ കാര്യത്തിൽ കർശന നിയന്ത്രണങ്ങൾ തന്നെ ഉണ്ടാകും. ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തി സമഗ്ര പുനർനിർമ്മാണ രൂപരേഖ തയ്യാറാക്കാനാണ് സർക്കാർ കൺസൾട്ടന്റിനെ തേടുന്നത്. പ്രളയത്തിനു ശേഷം സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ KPMG എന്ന സ്ഥാപനം സൌജന്യ സാങ്കേതിക സഹായം വാഗ്ദാനം ചെയ്ത് സർക്കാരിനെ സമീപിച്ചിരുന്നു. ക്ലൌഡ് ഫണ്ടിംഗ് പോലുള്ള ആശയങ്ങളും അവരുടേതായിരുന്നു. എന്നാൽ KPMGയുടെ നിർദ്ദേശങ്ങൾ പലതും അപ്രായോഗികമെന്ന് വിലയിരുത്തിയാണ് സർക്കാർ അവരെ തുടർ പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിവാക്കിയത്. ഈ സാഹചര്യത്തിൽ ഭൂചലനവും കൊടുങ്കാറ്റും അടക്കം വൻ ദുരന്തമുണ്ടായ മേഖലകളിൽ പ്രവർത്തിച്ചു പരിചയമുള്ളവർക്കായിരിക്കും ടെൻഡറിൽ മുൻഗണന. സംസ്ഥാന സർക്കാർ രൂപീകരിച്ച റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ കീഴിലാകും കൺസൾട്ടൻസിയുടെ പ്രവർത്തനം. തെരഞ്ഞെടുപ്പിന് ശേഷമാകും ടെൻഡറിൽ തുടർ നടപടികൾ സർക്കാർ കൈക്കൊള്ളുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പട്ടിണിക്കിട്ട് യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്തൃ സഹോദരിയും
ഭർത്താവും മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതിയെ സമീപിച്ചു. നിലവിൽ ഇരുവർക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടില്ല. എന്നാൽ യുവതിയുടെ ബന്ധുക്കൾ രേഖാമൂലം നൽകിയ പരാതിയിൽ അന്വേഷണം നടത്താനിരിക്കെയാണ് മുൻകൂർ ജാമ്യ ഹർജി നൽകിയത്. മരിച്ച തുഷാരയെ നേരത്തെ മുതൽ പട്ടിണിക്കിടുകയും പീഡിപ്പിക്കുകയും ചെയ്ത സംഭവം ഭർത്താവിന്റെ സഹോദരിക്കും ഇവരുടെ ഭർത്താവിനും നേരിട്ട് അറിയാവുന്നതാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. മാർച്ച് 21-നാണ് കരുനാഗപ്പള്ളി അയണിവേലിക്കകത്ത് തുളസീധരന്റെ മകൾ തുഷാര മരിച്ചത്. സംഭവത്തിൽ ഭർത്താവ് ചന്തുലാൽ, ഭർത്തൃമാതാവ് ഗീതാലാൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. റിമാൻഡിൽ കഴിയുന്ന ഇരുവരെയും കൂടുതൽ അന്വേഷണത്തിനായി വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. ഇന്ന് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും. തുഷാരയുടെ ബന്ധുക്കളും ചെങ്കുളത്തെ സമീപവാസികളും ജനപ്രതിനിധികളുമടക്കം 100-ലധികം ആളുകളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരിൽ പറഞ്ഞിട്ടുള്ളതുമായി താരതമ്യം ചെയ്തുള്ള ചോദ്യം ചെയ്യലിനാകും കൂടുതൽ പ്രാധാന്യം നൽകുക. സാധാരണ കൊലപാതക കേസുകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ കേസെന്നും ശാസ്ത്രീയ തെളിവെടുപ്പുകൾക്ക് വേണ്ടിവരുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. തുഷാരയെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് പട്ടിണിക്കിട്ടതെന്ന് അന്വേഷണ സംഘം പറയുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതോടെ പ്രതികൾക്കെതിരെ 302-ാം വകുപ്പ് പ്രകാരം കൊലക്കുറ്റം ചുമത്തി. സ്ത്രീധന പീഡന മരണം, അന്യായമായി തടങ്കലിൽ പാർപ്പിക്കൽ എന്നിവയ്ക്കായി 304B, 344 വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. ചന്തുലാലിന്റെ വീട്ടിൽ വർഷങ്ങളായി നടന്നുവരുന്ന ദുർമന്ത്രവാദത്തെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. നേരത്തെ കൊല്ലത്ത് താമസിച്ചിരുന്നപ്പോഴും ഇത്തരം ക്രിയകൾ ചന്തുവിന്റെ വീട്ടിൽ നടത്തിയിരുന്നു. ഗീതാലാലും ചന്തുവും തന്നെയാണ് ഇതിന് നേതൃത്വം നൽകിയിരുന്നത്. പിന്നീട് ചെങ്കുളത്തെ സഹോദരിയുടെ വീട്ടിലേക്ക് താമസം മാറ്റിയപ്പോൾ അഭിചാര ക്രിയകൾക്ക് പ്രത്യേക സംവിധാനമുണ്ടാക്കി. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ ഇവരുടെ അടുത്ത് മന്ത്രവാദത്തിനായി വന്നിരുന്നുവെന്നും അന്വേഷണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കെവിൻ കൊലപാതക കേസിൽ 1-ാം പ്രതി സാനു ഉപയോഗിച്ച വാഹനം വിട്ടുകിട്ടണമെന്ന അപേക്ഷ കോടതി തള്ളി. കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് തള്ളിയത്. കേസിലെ കുറ്റപത്രത്തിൽ ചില തിരുത്തലുകൾ വേണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യത്തിൽ ഈ മാസം 6-ന് ഉത്തരവ് പറയും. 2ഉം 4ഉം പ്രതികൾ എന്ന സ്ഥാനത്ത് 1 മുതൽ 4 വരെ എന്ന കുറ്റപത്രത്തിൽ ടൈപ്പ് ചെയ്തു. 6ഉം 7ഉം പ്രതികൾക്ക് തെറ്റായി കുറ്റം ചാർജ് ചെയ്തു തുടങ്ങിയ തെറ്റുകൾ തിരുത്തണമെന്നാണ് ആവശ്യപ്പെട്ടത്. എ പ്രദീപ് കുമാറിന്റെ വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങൾ തന്നെയാണ് കോഴിക്കോട് മണ്ഡലത്തിലെ ഓരോ കോണിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലുള്ളത്. പ്രദീപ് നടത്തിയ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി അഭിനന്ദനീയമാണെന്ന് സഭയും അത്തരം പ്രവർത്തനങ്ങൾക്കൊപ്പമാണെന്നും CSI ബിഷപ്പ് റോയ്സ് മനോജ് പറഞ്ഞു. കോഴിക്കോട് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് എ പ്രദീപ് കുമാറിനെ എന്നും ജനങ്ങൾക്കിടയിൽ വ്യത്യസ്തനാക്കിയത്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന വിദ്യാലയങ്ങളെ പ്രിസം പദ്ധതിയിലൂടെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തി എന്നതിനപ്പുറം സാധാരണക്കാരന്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങളെ കൂടിയാണ് എ പ്രദീപ് കുമാർ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയത്. കോഴിക്കോട്ടെ യുവതലമുറയ്ക്കും ഇത് തന്നെയായിരുന്നു പറയാനുണ്ടായിരുന്നത്. എല്ലാ ഗവൺമെന്റ് സ്കൂളുകളും അടച്ചുപൂട്ടാൻ നേരത്ത് ഇന്റർനാഷണൽ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒരു MLA ആണ് പ്രദീപേട്ടൻ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ പക്ഷത്ത് നിന്ന് സഹകരിക്കാനും അതുപോലെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും ഈ കോഴിക്കോടിന്റെ ശബ്ദമായിട്ട് MP എന്ന നിലയ്ക്ക് സഖാവ് പ്രദീപേട്ടൻ പാർലമെന്റിലേക്ക് എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. പ്രദീപേട്ടൻ വരുമ്പോൾ തികച്ചും ഒരു വിദ്യാർത്ഥികൾക്ക് കൂടുതലായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് തന്നെയായിരിക്കും പ്രദീപേട്ടൻ ഏറ്റവും കൂടുതൽ മുൻകരുതലെടുത്ത് ചെയ്യുന്ന കാര്യങ്ങളും. CSI ബിഷപ്പ് റോയ്സ് മനോജിനെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിനും പങ്കുവെക്കാനുണ്ടായിരുന്നത് ഇതേ കാര്യം. ശ്രീ പ്രദീപ് കുമാർ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് നവീനമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളും വിദ്യാഭ്യാസത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സഭയാണ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവിധമായ സഹകരണവും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഉണ്ടായിരിക്കും. എനിക്കതാണ് പറയാനുള്ളത്. എല്ലാ ആശംസകളും നേരുന്നു. തുടർന്നും മണ്ഡലത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വിദ്യാഭ്യാസവും വികസനവും തന്നെയാണ് കോഴിക്കോട് മണ്ഡലത്തിലെ പ്രധാന ചർച്ചാ വിഷയം. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ എ പ്രദീപ് കുമാർ നടത്തിയ സംഭാവനകളെ കുറിച്ച്. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം PV ജോഷില.
ശബരിമല വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും കോൺഗ്രസിനെയും ബിജെപിയെയും വിമർശിച്ച് NSS. ഈശ്വരവിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നും ചെയ്തില്ല. NSS സമദൂര നിലപാട് തുടരും. വിശ്വാസത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കാൻ ആർക്കാണ് അവകാശമുള്ളതെന്ന് വിശ്വാസ സമൂഹം തീരുമാനിക്കും. ശബരിമല രാഷ്ട്രീയ ലാഭമാക്കാനുള്ള അവസരമായി ബിജെപിയും കോൺഗ്രസും കണ്ടുവെന്നും NSS. ബിജെപി നിയമ നടപടി സ്വീകരിക്കാത്തതിനെതിരെയും NSS മുഖപത്രമായ സർവീസിൽ വിമർശനം ഉയർന്നു. രാഹുൽ ഗാന്ധിയെയും നരേന്ദ്രമോദിയെയും കടന്നാക്രമിച്ച VS അച്യുതാനന്ദൻ. ബിജെപിയെ നേരിടാൻ കഴിയാതെ അമേഠിയിൽ നിന്ന് അഭയാർത്ഥിയെ പോലെ എത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയെന്ന് VS. കോർപ്പറേറ്റ് മാഫിയയുടെയും വർഗീയ ഫാസിസ്റ്റുകളുടെയും ചൌക്കിദാറാണ് മോദിയെന്ന് VS പറഞ്ഞു. ആറ്റിങ്ങലിൽ LDF സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കണക്കിന് പരിഹസിച്ചാണ് VS തന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിച്ചത്. ആറ്റിങ്ങലിൽ LDF സ്ഥാനാർത്ഥി ഡോക്ടർ A സമ്പത്തിന് വേണ്ടി വോട്ട് ചോദിക്കാനെത്തിയപ്പോഴായിരുന്നു ഇരുവരെയും VS കടന്നാക്രമിച്ചത്. രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്നെത്തിയ അഭയാർത്ഥിയാണ്. ബിജെപിയുമായി നേരിട്ട് ഏറ്റുമുട്ടി കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കുമെന്നാണ് രാഹുൽ മുമ്പ് പറഞ്ഞിരുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ബിജെപിയെ നേരിടാൻ കാൽമുട്ടിനും നട്ടലിനും ബലം പോരാതായോ എന്ന് VS പരിഹസിച്ചു. ബിജെപിയുമായി നേരിട്ട് ഏറ്റുമുട്ടി കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ച പ്രധാനമന്ത്രി ആവുമെന്ന് എന്താണ് രാഹുൽ മോഹൻ പറയുന്നത്? പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കാൽമുട്ടിനും മസ്തിനും ബലം പോരാ. ഉടൻ ഓടി വയനാടൻ മലകളിൽ കയറിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കിട്ടി VSൽ നിന്നും കണക്കിന് പരിഹാസം. ഈ ആസുര ശക്തിയെ തൂത്തെറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ മതനിരപേക്ഷ ജനാധിപത്യം തന്നെ അപകടത്തിലാവുകയാകുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.